ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നതെല്ലാം ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ്. ഞെട്ടിക്കുന്നതല്ലാത്തത് ഇതേക്കുറിച്ച് വരാനുള്ള സാധ്യത കുറവാണ്. കാരണം പല രാജ്യങ്ങളും നമുക്ക് നേരെ തിരിയുന്നു എന്നുള്ളതിൻ്റെ ഒരു സാക്ഷ്യപത്രം കൂടിയാണ് ഈ ചെങ്കോട്ട സ്ഫോടനം. അതിലേക്കാണ് NIA എത്തുന്നത് പോലും. ഇപ്പൊ ആദ്യഘട്ടത്തിൽ ഈ സ്ഫോടനത്തിൽ ഉണ്ടായത് അമോണിയം നൈട്രേറ്റ് എന്ന് പറയുന്ന ഒരു വസ്തുവാണ്, സ്ഫോടക വസ്തുവാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ പിന്നീട് പറയുന്നു അതല്ല, അതിനേക്കാൾ മാരകമായിട്ട് ഉള്ള അതിമാരകമായിട്ടുള്ള ഒരു സ്ഫോടക വസ്തുവാണ് എന്ന് പറയുന്നുണ്ട്. എന്താണ് അതിന്റെ വാസ്തവം? പ്രജിത, നൊബേൽ സമ്മാനത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ. ആ നൊബേൽ സമ്മാനത്തിന്റെ ഉൽപ്പത്തി എങ്ങനെയാണ് സംഭവിച്ചത്? TNT അഥവാ ട്രൈ നൈട്രോ ടൊലുവേൻ എന്ന് പറയുന്ന ഒരു രാസവസ്തു കണ്ടുപിടിച്ചു. അത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ അത് പാറ പൊട്ടിക്കൽ തുടങ്ങിയ കഠിനമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ സഹായിക്കുന്ന ഒരു രാസവസ്തു നിർമ്മിക്കുക. അങ്ങനെ ഒരു കൺസ്ട്രക്റ്റീവായിട്ടുള്ള നിർമ്മാണാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ഒരു സാധനമായിട്ടാണ് വിഭാവനം ചെയ്തത്. പക്ഷേ നമ്മൾ ശാസ്ത്രജ്ഞരല്ലാത്തവർ അത് മറ്റു പല ഉപയോഗങ്ങൾക്കും വേണ്ടിയിട്ട് ഉപയോഗിച്ചു തുടങ്ങി. ആൾക്കൂട്ടങ്ങളിലുള്ള ആളുകളെ കൊല്ലാൻ വേണ്ടിയിട്ടും ഒക്കെ ഇത് ഉപയോഗിക്കപ്പെടാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ സംഹാര ശക്തി കൂടി ശാസ്ത്രജ്ഞന് ബോധ്യമാവുകയും സ്വയം പശ്ചാത്തപിക്കുകയും അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം തന്നെ ഇത് ലോകത്തിൽ നന്മ വരാനും അതുപോലെ തന്നെ സമാധാനം വരാനും വേണ്ടിയിട്ടാണ് നൊബേൽ ഫൗണ്ടേഷൻ രൂപീകരിച്ചുകൊണ്ട്, സ്വീഡിഷ് അക്കാഡമി രൂപവൽക്കരിച്ചുകൊണ്ട് തനിക്ക് ഇതിൻ്റെ കണ്ടുപിടുത്തത്തിലൂടെ ഒരുപാട് പണം കിട്ടുമല്ലോ. ഈ കണ്ടുപിടുത്തം മറ്റുള്ളവർ പേറ്റൻ്റായിട്ട് ഏറ്റെടുക്കുമ്പോഴുമൊക്കെ വമ്പിച്ച ഒരു റോയൽറ്റി തുകയായിട്ട് ഇദ്ദേഹത്തിന് കിട്ടും. ആ പണമാണ് നൊബേൽ സമ്മാനമായിട്ട് സമാധാനത്തിനും സാഹിത്യത്തിനും വൈദ്യശാസ്ത്രത്തിനും ഒക്കെ ഫിസിക്സിനും ഒക്കെയുള്ള സമ്മാനമായിട്ട് ഇന്ന് നമ്മൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നന്മയിൽ നിന്ന് തിന്മയുണ്ടായി, അതിൽ നിന്ന് പശ്ചാത്താപം ഉണ്ടായി, പശ്ചാത്താപത്തിൽ നിന്ന് ലോകോത്തരമായിട്ടുള്ള ഒരു സമ്മാന പദ്ധതി, നൊബേൽ സമ്മാന പദ്ധതി ഉണ്ടായി. ഒന്ന്. അതുപോലെ തന്നെ നമ്മുടെ സർവകലാശാലകളിലെ ലബോറട്ടറികൾ, പ്രത്യേകിച്ചും പരീക്ഷണശാലകൾ, മനുഷ്യകുലത്തിന് നന്മ വരുത്തുന്ന, അവൻ്റെ ജീവിതം കൂടുതൽ സുഖകരമാക്കുന്ന വസ്തുക്കളുടെ കണ്ടെത്തലിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണശാലകളാണ് വിഭാവനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ രാജ്യത്തെ അൽ-ഫല സർവകലാശാലയിലെ ലബോറട്ടറി അതിനുവേണ്ടി അല്ല ഉപയോഗിക്കപ്പെട്ടിരുന്നത്. നാക്പാക്കിൻ്റെ അക്രഡിറ്റേഷനൊക്കെ കിട്ടിയ ഒരു സർവകലാശാലയാണ് അൽ-ഫല, ഫരീദാബാദിലെ അൽ-ഫല സർവകലാശാല. അവിടെ നിന്ന പരീക്ഷണങ്ങൾ മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. നമ്മളീ പറയുന്ന ഈ ലേഡി ഡോക്ടർ ഉൾപ്പെടെ ഉണ്ടല്ലോ, ഷഹിൻ, അവരുൾപ്പെടെയുള്ള ഡോക്ടർമാർ അവിടെ പരീക്ഷിച്ചത് ഇന്ത്യയിലെ ജനങ്ങളെ എങ്ങനെ കൊല്ലാമെന്നാണ്. അവരതിനു വേണ്ടി ഉപയോഗിച്ച വസ്തു NPK എന്ന് പറയുന്ന കൂട്ടുവളം, നമ്മുടെ കർഷകർക്ക് അനുഗ്രഹമായി മണ്ണിൻ്റെ വളം കൂട്ടിക്കൊണ്ട് കാർഷിക വിള വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി, കിട്ടുന്ന വളം, ആ വളം നന്മയാണ് ചെയ്യുന്നത് മനുഷ്യകുലത്തിന്. ആ നന്മയിൽ നിന്ന് തിന്മ ഉൽപ്പാദിപ്പിക്കുക, ഇതിനെ ഒരു എക്സ്പ്ലോസീവ് ഡിവൈസാക്കി മാറ്റുക. രാസസംയുക്തങ്ങളെ, അങ്ങനെ പലതരത്തിലുള്ള ചേരുവകൾ, അതിൻ്റെ കമ്പണൻസ് മാറ്റിക്കൊണ്ട്, അതിൻ്റെ രാസഘടകങ്ങൾ മാറ്റിക്കൊണ്ട് ഇങ്ങനെയൊക്കെ മാറ്റാൻ പറ്റും. മാറ്റിമറിച്ച് കഴിഞ്ഞാൽ സമാധാനത്തിന് ഉപകരിക്കുന്ന ഒന്ന് സംഹാരത്തിന് ഉപകരിക്കാൻ കഴിയും. അതാണ് ഈ ദുഷ്ടസംഘം. ദിവ്യ വസ്ത്രവും അണിഞ്ഞുകൊണ്ടുണ്ടല്ലോ, മതദേഹവും ആയിട്ട് നടക്കുന്ന ആ സ്ത്രീ എന്ന് പറയുന്ന ഡോക്ടർ, ആ പിശാജ്, ആ ഡാഗിനി അമ്മുമ്മ കൂടിച്ചേർന്നുകൊണ്ട് നടത്തിയ പരീക്ഷണം ഇന്ത്യയിലെ ജനങ്ങളെ എങ്ങനെ കൊല്ലാമെന്നുള്ളതാണ്. ആ പരീക്ഷണത്തിൻ്റെ ഉൽപ്പന്നമാണ് ഈ അസറ്റോൺ ട്രൈ പെറോക്സൈഡ്. അതിൻ്റെ ചുരുക്കപ്പേര് TATP, അസറ്റോൺ ട്രൈ പെറോക്സൈഡ് എന്നൊരു വസ്തു NPK എന്ന കൂട്ടുവളത്തിൽ നിന്ന് അവർ ഉൽപ്പാദിപ്പിച്ചു ആ സർവകലാശാലയ്ക്കകത്ത്. അപ്പോൾ ആ സർവകലാശാലയ്ക്കകത്ത് ഇത് നോക്കാനും കാണാനൊന്നും ആരുമില്ലായിരുന്നു. സ്വന്തം വീട്ടിൽ വെച്ചാണെങ്കിൽ പോട്ടെ, അവരുടെ സ്വകാര്യതയാണത്, സ്വകാര്യ ലോകമാണത്. പക്ഷെ ഇത്രയും വലിയൊരു സർവകലാശാലയിൽ നോക്കാൻ അതിൻ്റെ ഡീൻ എവിടെയായിരുന്നു? ഡീനിനെതിരെയും പരാതികൾ ഉണ്ടായിരുന്നല്ലോ, ആരോപണ വിധേയനായിരുന്നു അവിടുത്തെ ഡീൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു സർവകലാശാലയെ ഇവർ ഇതിനു വേണ്ടി മാത്രമായിട്ട് ഉപയോഗിച്ചതായിരിക്കാം. ആരോപണ വിധേയനായിട്ടും അയാളെ എന്തിനാ അവിടെ നിർത്തി എന്നുള്ളത് ഒരു ചോദ്യത്തിന് പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. അപ്പോൾ ഒരു സർവ്വസംഹാര സർവകലാശാലയായിരുന്നു അൽ-ഫല എന്നാണ് വ്യക്തമാക്കുന്നത്. നമ്മളത് എന്തിനു പറയാൻ മടിക്കണം? മനുഷ്യനെ കൊല്ലാനുള്ള മാർഗങ്ങൾ തേടുന്നു. ഒന്ന്, വർഗീയതയ്ക്ക് വേണ്ടി
അതല്ലേ വർഗീയത എന്ന് പറയുന്നത്? പറയാൻ മടിക്കേണ്ടതുണ്ടോ മതവർഗീയതയാണെന്ന്? അതിലെ ചാവേറായി നമ്മൾ പറഞ്ഞ അബദ്ധത്തിൽ പൊട്ടിയ വെടി എന്നാണ് നമുക്ക് നേരത്തെ അബദ്ധത്തിൽ പറഞ്ഞു പോയത്. അല്ല, ചാവേറായിട്ട് തന്നെ ചാന്ദിനി ചൗക്കിന് സമീപത്ത് പൊട്ടിക്കുകയായിരുന്നു നമ്മുടെ അധികാര കേന്ദ്രത്തിനരികെ. മുസ്ലിം സഹോദരി അതിൻ്റെ ബലിയാടായിരുന്നു, ആ കുടുംബം അതിൻ്റെ ബലിയാടായി. അങ്ങനെയാണ് സംഭവിച്ചത്. ഉദ്ദേശ്യപൂർവം ചാവേറാക്രമണം നടത്തുകയായിരുന്നു, അല്ല അബദ്ധം പറ്റിയതല്ല. പക്ഷേ ഇത് മരണം 10 ഒതുക്കിയത് സന്ദീപ് ചക്രവർത്തി എന്ന് പറയുന്ന മിടുക്കനായിട്ടുള്ള പോലീസ് ഓഫീസറാണ്. SP, അതായത് ജില്ലാ പോലീസ് സൂപ്രണ്ടായിട്ടുള്ള വ്യക്തി അവിടെ ചുവരിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു മുദ്രാവാക്യം കണ്ടിട്ട് അതിൻ്റെ അപകടം മണത്തറിഞ്ഞ് നടത്തിയ നിസ്വാർത്ഥമായ അന്വേഷണത്തിൻ്റെ പരിണതിയാണ് ഇവിടെ നിന്ന് ഇതിൻ്റെ 30 ഇരട്ടിമാര് ഒക്കെ ശേഷിയുള്ള വസ്തുക്കൾ അന്ന് രാവിലെ തന്നെ പിടിച്ചെടുത്തുകൊണ്ട് പോയത്. അല്ലെങ്കിൽ ഡൽഹി മുഴുവൻ സമാനമായ അനുഭവങ്ങൾ ഉണ്ടായേനെയും ഒരുപാട് പേര് മരിച്ച് നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കേണ്ടി വന്നേനെയും. അതാണ് ഈ സംഘം ചെയ്തത്. ഇതെന്തിനു വേണ്ടി ചെയ്തിൻ്റെ ഒറ്റുകൊടുക്കുകയായിരുന്നു. പാകിസ്ഥാനിൽ നിന്ന് ലഭിച്ച ഹവാല പണമായിട്ട് ലഭിച്ച 20 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയാണ് ഇത് ചെയ്തത്. പണ്ട് യേശുക്രിസ്തുവിനെ യൂദാസ് 30 വെള്ളി നാണയങ്ങൾക്ക് വേണ്ടി ഒറ്റുകൊടുത്തതെന്ന് വീണ്ടും പറയണം. ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കുകയായിരുന്നു ഇവിടുത്തെ ചോറും കഴിച്ചുകൊണ്ടിരുന്ന ഈ ദുഷ്ട സംഘം. ഉമർ നബി ഉൾപ്പെടെ, വിശുദ്ധനായ നബിയുടെ പേരിട്ട ആ മനുഷ്യൻ, വിശുദ്ധമായ പർദ വസ്ത്രമണിഞ്ഞ സ്ത്രീ, ഇവരൊക്കെ ഉൾപ്പെട്ട സംഘം. ഈ സംഘം ഇതിനെ വളരെ കുറച്ച് അബ്ദുള്ളയെ പോലുള്ള ആൾക്കാരെ അപലപിച്ചു. അബ്ദുള്ള എന്ന മതപണ്ഡിതൻ അപലപിച്ചു. അതുപോലെ തന്നെ അൽതുർക്കർ റഹ്മാൻ എന്ന് പറയുന്ന മുംബൈയിലെ മതപണ്ഡിതൻ. പക്ഷെ ഇതുപോലെ പ്രതിഷേധം ആ മതത്തിന് തന്നെ അത് കുഴപ്പമുണ്ടാക്കുന്നത്. ഇനി ഈ വേഷമണിഞ്ഞ ഒരു ഡോക്ടർ ഇരിക്കുന്ന ആശുപത്രിയിലേക്ക് നമുക്ക് ധൈര്യപൂർവ്വം കടന്നു ചെല്ലാൻ പറ്റുമോ? നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയൂ പ്രജിത. നമ്മളെല്ലാം സംശയത്തോടെ അതെ, അതുപോലെ തന്നെയാണ് ആവണക്കണ്ണ എന്ന് പറയുന്ന നിരുപദ്രവമായ വസ്തുവിൽ നിന്ന് റൈസിൽ നിന്നൊന്ന് വേർതിരിച്ചെടുക്കുന്ന പരീക്ഷണം നടത്തിക്കൊണ്ട് ഡോക്ടർമാർ നടത്തിയ പരീക്ഷണം എത്രയോ 10,000 ലക്ഷക്കണക്കിന് ആളുകളെ കൊല്ലാൻ അത് മാത്രം മതി. അവർ പറയുന്ന നിവേദ്യങ്ങളിലും തീർത്ഥങ്ങളിലും തളിക്കായിരുന്നു ലക്ഷ്യം. ഹോട്ടലിൽ നിന്ന് വിൽക്കുന്ന ബിരിയാണിയിലും മറ്റും അത് ചേർക്കില്ലെന്ന് ആര് കണ്ടു? നമ്മളെങ്ങനെ വിശ്വസിച്ചു പോകും? അത് മാത്രമല്ല സർ, ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മുടെ പൊതുജല സംഭരണികൾ അതിലേക്ക് ഇത് കലർത്തി വിട്ടിരുന്നെങ്കിൽ. അതെ, എത്ര പേരാണ് കുടിവെള്ളം കുടിച്ചു മരിക്കുക രഹസ്യമായിട്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഫൽഫല സർവകലാശാലയിൽ അത് നിയന്ത്രിക്കാൻ ആളുണ്ടായില്ല. നമ്മുടെ വെള്ള സംഭരണികളിൽ എപ്പോഴും കാവൽക്കാരുണ്ടാവില്ല, കാവൽപ്പുരകൾ. അങ്ങനെ ഒരു രാജ്യത്തെ മുഴുവൻ ഇല്ലാതാക്കാൻ, ഭസ്മീകരിക്കാൻ ഒരു പ്രയാസവുമില്ല. ഇപ്പം ഞാനെന്ന ഒരാൾ ഞാനങ്ങ് മരിച്ചാൽ എനിക്ക് കുഴപ്പമില്ലെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ എനിക്കുണ്ടാക്കാവുന്ന സംഹാരക ശക്തി എന്ന് പറയുന്നത് ഒരു അണുബോംബിനേക്കാൾ വലുതാണ്. നമ്മളത് എന്തുകൊണ്ട് ഉപയോഗിക്കാതിരിക്കുന്നു? മനുഷ്യ സംസ്കാരം, അതിൻ്റെ ചേതന നമ്മുടെ DNA ഉള്ളതുകൊണ്ടാണ്. ആ DNA ഉള്ളതുകൊണ്ടാണ് ഉപദ്രവിക്കാൻ പറ്റുന്നിടത്ത് ഉപദ്രവിക്കാതിരിക്കുന്നത്. അതാണ് നമ്മുടെ DNA, ഭാരതത്തിൻ്റെ DNA. ആ DNA ഉൾക്കൊള്ളാത്ത ആൾക്കാരാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന കാര്യത്തിൽ എന്താ സംശയം? ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നു. പ്രജിതയുടെ ജീവിതകാലത്ത് $30 കോടി തരാമെന്ന് പറഞ്ഞാൽ പ്രജിത ചെയ്യുമോ? ഒരിക്കലും ഇല്ലല്ലോ. അതാണ് മനുഷ്യ സംസ്കാരം എന്ന് പറയുന്നത്. മനസ്സിലായി? ആ സംസ്കാരമില്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് വേണ്ട തരത്തിൽ കൊടുക്കാൻ സമർത്ഥമായിട്ടുള്ള ഒരു ഇന്ത്യ ഗവൺമെൻറ് ഉണ്ട്. വിമതന്മാരുടെ വീര്യം ശമിപ്പിക്കാൻ കേട്ടിട്ടുണ്ടല്ലോ പാട്ട്. ക്ഷമയും നന്നല്ല, സഹനവും നന്നല്ല, സമരം ചെയ്യണം, സാഹസം ചെയ്യണം. ആ പാതയിൽ തന്നെയാണ് ഇന്ത്യ. ഒരു സംശയവും വേണ്ട, നമ്മൾ വിജയിക്കും, സത്യം ജയിക്കുകയാണ് ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.